കോൺഗ്രസിന്റെ ആപ്പിലൂടെ ഈ നേരം വരെ കിട്ടിയ പണം എത്രയാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, അങ്ങനെയല്ലേ? CMDRF-ൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പണം കൊടുക്കുന്നു, കെ സുധാകരന് വിശ്വാസമില്ല, അതിൽ തന്നെ പൊരുത്തക്കേട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആപ്പിൽ പിരിച്ചത് എത്ര? പറയുന്നു നോക്കൂ. ഇതിനകത്ത് ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യമാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്താത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ സഹായിക്കും. അതിനെന്താ കുഴപ്പമുള്ളത്? അത് കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ പാർട്ടിക്ക് ആളുകളെ സഹായിക്കാൻ വയനാടുള്ള ആളുകൾ എത്ര പിരിച്ചു എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ. ശ്രീ അനിൽകുമാർ ആ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, എത്ര പിരിച്ചു എന്നുള്ളത്. നിങ്ങൾ ഈ പിരിച്ച കാര്യങ്ങളുടെ കണക്കാദ്യം എത്ര എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കത് പറയേണ്ട സമയത്ത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ഞങ്ങൾ പറഞ്ഞല്ലോ, CMDRF എന്ന് പറയുന്ന സംവിധാനം ഞാൻ അത് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് CPM പിരിച്ചതിന്റെ കണക്കുകൾ പറയട്ടെ. ഒരുപാട് തുക CPM പലയിടത്തായിട്ട് പിരിച്ചിട്ടുണ്ട്. അതിന്റെ തുകകൾ പറയട്ടെ. ഞാൻ CMDRF കണക്കല്ല പറയുന്നത്. അതെല്ലാം ഓൺലൈനിൽ വളരെ കൃത്യമായിട്ട് കിട്ടും. അതെല്ലാം അല്ല, ഞാൻ അതെല്ലാം അല്ല, ഞാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയട്ടെ. ശരത്തെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ചോദ്യം, കോൺഗ്രസ് ജനങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങൾ തരുന്ന പണത്തെ സംബന്ധിച്ച് വളരെ ട്രാൻസ്പെറന്റ് ആയി കോൺഗ്രസിന്റെ ആപ്പിലൂടെ മനസ്സിലാക്കാം. തീർച്ചയാണെങ്കിൽ ഈ നേരം വരെ പിരിച്ചത് അല്ല, അത് ആപ്പിൽ നോക്കിയാൽ പോരെ? പറഞ്ഞു തരേണ്ടത് നിങ്ങളല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ആ ആപ്പിൽ ശ്രീ ശരത്തെ, ഇത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനൊരു ശരത്ത് ഡൗൺലോഡ് ചെയ്താൽ ശരത്താണോ നോക്കുന്നത്? റെസ്ട്രിക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ചോദിച്ചേ. ഒരു ചുക്കും കിട്ടില്ല. അതെന്താണ് അങ്ങനെ പറയുന്നത്? ടോട്ടൽ എത്ര വലിയ വാർത്ത വന്നു. ഹരി എനിക്ക് തോന്നുന്നു ഡൽഹിയിലായിരുന്നു തോന്നുന്നു. ഞങ്ങൾ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുമല്ലോ. ഞങ്ങൾക്ക് അനിൽകുമാറിനോടോ അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ആളുകളോടോ ഒന്നും പറഞ്ഞ അതിന്റെ ബാധ്യത ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള ചോദിക്കുമ്പോൾ തന്നെ പറയണം. ചർച്ചയിൽ താങ്കൾ പറയാത്തതാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായല്ലോ. അതിനർത്ഥം കണക്കില്ല. ആര് പറഞ്ഞു? ഹരിക്ക് തന്നെ ബോധ്യമില്ല.